നമ്മൾ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പഠിക്കാൻ ഏറ്റവും നല്ല ടോപ്പിക്കാണ് മെട്രിസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുക നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു മെട്രിക്സ് തരും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കുക, 1 2 3 4 5 6 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരിക, എന്താണ് ഈ മെട്രിക്സിൻ്റെ ഓർഡർ? സാധാരണ ഈ മെട്രിക്സിന് പേര് വിളിക്കാൻ ഉപയോഗിക്കൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC ആണ്. അപ്പോൾ ഞാൻ ഈ മെട്രിക്സിന് പേര് ഉപയോഗിക്കുക A എന്നാണെങ്കിൽ ഒന്ന് ഈ തന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് സിംബോളിക്കായിട്ട് നമ്മൾ എഴുതുക ഓർഡർ നോ എന്ന് ഉപയോഗിക്കും. എന്നിട്ട് ബ്രാക്കറ്റിൽ A എന്ന് എഴുതി വെച്ചാൽ ഇതാണ് ഓർഡർ ഓഫ് എന്ന് സിംബോളിക്കായിട്ട് നമ്മൾ എഴുതും. ഓർഡർ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇതിന് എത്ര റോസ് ഉണ്ട് നോക്കുക. ഇങ്ങനെ പറയുന്നതിന് എന്ത് പറയാം? റോ എന്ന് പറയും. ഇങ്ങനെ പറയുന്നതിന് എന്ത് പറയാം? കോളം എന്ന് പറയും. ഇപ്പോൾ മെട്രിക്സ് എഴുതുന്ന സമയത്ത് റോയിലും അതേപോലെ കോളത്തിലുമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു മെട്രിക്സിന് എഴുതാം. അപ്പോൾ നിങ്ങൾ എണ്ണി നോക്കുക, ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 റോസ് നമുക്ക് അവിടെ കിടക്കുന്നുണ്ട്. എത്ര കോളം ഉണ്ട്? 1 2 3 കിടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് ഒരു ഇൻറ്റു മാർക്കിട്ട് നമ്പർ ഓഫ് കോളംസ് എഴുതി കഴിഞ്ഞാൽ എന്തായി? ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡറായിട്ട് മാറി. ഇപ്പം നമ്പർ ഓഫ് റോസ് എത്രയുണ്ട്? 2 ഉണ്ട്. നമ്പർ ഓഫ് കോളംസ് എത്രയുണ്ട്? 3 ഉണ്ട്. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/3 എന്നാണ് മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് വരിക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് ഈ പറഞ്ഞ എലമെൻസിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ട്. 1 2 3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് ആണ്. എത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കുക? 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ് നമുക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 2 × 3 ആണ്. ഏതെങ്കിലും വായിക്കൽ 2/3 നമുക്ക് വായിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ 2/3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ 2 × 3 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റുകളുണ്ട്. ഓക്കെ അല്ലേ? നോക്ക്, ഉണ്ടോ? ഇതൊരു എലമെൻറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത്. ആകെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 6 എലമെൻറ്റ്സ് ഉണ്ട്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എലമെൻ്റ് അഡ്രസ്സ് ഇത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ ഇപ്പോഴും റോ കോളമാണ് പറയാം. ഫസ്റ്റ് റോ ദെൻ കോളം. അപ്പോൾ ഈ പറയുന്ന 1ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുക A11. ഈ 1 സ്റ്റാൻഡ് ചെയ്യുന്നത് റോ, ഈ 1 സ്റ്റാൻഡ് ചെയ്യുന്നത് കോളമാണ്. അപ്പോൾ ഈ തന്ന മെട്രിക് ഈ പറയുന്ന എലമെൻറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ A11, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് എങ്ങനെ പറയാം? ഫസ്റ്റ് റോയിലെ എത്രാമത്തെ കോളം എലമെൻറ്റാണ്? സെക്കൻഡ് കോളം എലമെൻറ്റാണ്. അപ്പോൾ നമ്മൾ പറയൽ ഇങ്ങനെയാണ്, A12 നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന മെട്രിക്സിൻ്റെ ഈ പറയുന്ന എലമെൻറ്റിൻ്റെ മെട്രിക്സിലെ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് പറയുകയാണെങ്കിൽ അത് ഏത് റോയിലാണ് കിടക്കുന്നത്? ഏത് റോയിലാണ്? സെക്കൻഡ് റോയിലാണ് കിടക്കുക. ഏത് കോളത്തിലാണ് കിടക്കുന്നത്? സെക്കൻഡ് കോളത്തിലാണ് കിടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 5ൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളം എലമെൻറ്റ് A22 ആണ്. ഇതാണ് നമുക്ക് അഡ്രസ്സ് പറയാം. ജനറലി ഒരു മെട്രിക്സ് നമ്മൾ അഡ്രസ്സ് പറയില്ലേ AIJ തന്നെ. AIJ എന്ന് പറഞ്ഞാൽ ith റോ jth എലമെൻറ്റ്. ഇതിന് വിളിക്കുന്ന പേരാണ് ജനറൽ എലമെൻറ്റ്. വിളിക്കുന്ന പേര് ജനറൽ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ് ആണ്. ജനറൽ എലമെൻറ്റ് ഓഫ് എ മെട്രിക്സ്. ഇനി അടുത്ത നമ്മൾ ചോദ്യം വരിക. അപ്പോൾ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഓർഡർ പറഞ്ഞു, അല്ലെ എലമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം വരിക, ഒരു മെട്രിക്സിൻ്റെ ജനറൽ എലമെൻറ്റ് നമുക്ക് തരും. എന്നിട്ട് എന്ത് ഫോം ചെയ്യാൻ പറയും? ഈ മെട്രിക്സ് ഫോം ചെയ്യാൻ പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണൊരു എക്സാമ്പിൾ. നോക്കിയുള്ള കൺസ്ട്രക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഓർഡറിൽ 3/2 ഓർഡറിൽ ഒരു മെട്രിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിൻ്റെ ജനറൽ എലമെൻറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഫോമിലേക്ക് ഡിഫൈൻ ചെയ്യുക. AIJ = 1/2 മോഡുലസ് ഓഫ് I-3. ഇത് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ പൊതുവേ പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോവുക, ഈ മെട്രിക്സിൻ്റെ പേര് വിളിക്കാൻ പോവാണ്. ഞാൻ A എന്നുള്ള പേരാണ് മെട്രിക്സ് വിളിക്കാൻ പോകുക. ഓക്കെ, ഇനി ഏത് ഓർഡർ മെട്രിക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത്? 3/2. 3/2 എന്ന് പറഞ്ഞാൽ 3 റോസ് ഉണ്ടാവണം. എത്ര കോളംസ് ഉണ്ടാവും? 2 കോളംസ് ഉണ്ടാവും. അപ്പോൾ ആ പറയുന്ന മെട്രിക്സിനെ ഞാൻ ആ സ്ട്രക്ചർ ഞാനൊന്ന് എഴുതി വെക്കാൻ പോവാണ്. എത്ര റോ? 3 റോ 2 കോളം. അപ്പോൾ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് ഞാൻ 2 റോ അല്ലേ 3 റോ ഉണ്ടാവും. 3 റോ എന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെയാണ് 3 റോ. ഇങ്ങനെ 3 റോ. എത്ര കോളം വേണം? 2 കോളം. അപ്പോൾ ഇത് ഒരു കോളമാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഇങ്ങനെയാണ് ആക്ച്വലി ആ തന്നിരിക്കുന്ന മെട്രിക്സിന് എന്ത് കിട്ടുക? ഒരു സ്ട്രക്ചർ കിട്ടുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എഴുതാൻ ഏറ്റവും എളുപ്പം ഈ തന്ന ഓർഡർ, ഈ പറയുന്ന ഓർഡർ വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ 3 റോസും 2 കോളംസായി. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പറയുന്ന ഞാൻ ഡോട്ട് ഇട്ട ആ പറയുന്ന ഏരിയയിലേക്ക് ആ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് എലമെൻറ്റ് അഡ്രസ്സ് പറഞ്ഞത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്നുള്ള അഡ്രസ്സാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ റീപ്ലേസ് ചെയ്യുക A11 എന്ന് റീപ്ലേസ് ചെയ്യും. A11. അങ്ങനെയാണ് ഇതെന്താ റീപ്ലേസ് ചെയ്യുക? ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് A12 റീപ്ലേസ് ചെയ്യുന്നു. തൊട്ടടുത്ത എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് A21 റീപ്ലേസ് ചെയ്യുന്നു.
അടുത്ത എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളം എലമെൻറ്റ് A22 നമുക്ക് റീപ്ലേസ് ചെയ്യുന്നു. അടുത്ത എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് തേർഡ് റോയിലെ ഫസ്റ്റ് കോളം എലമെൻറ്റാണ് A31. അതേപോലെ ഈ എലമെൻറ്റ് റീപ്ലേസ് ചെയ്യുമ്പോൾ തേർഡ് റോയിലെ സെക്കൻഡ് കോളം എലമെൻറ്റ് A32. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. ആ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് ആ ജനറൽ എലമെൻറ്റിനെ അവിടെ എന്ത് ചെയ്യാം, അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് സ്ട്രക്ചർ ഒരു ഡോട്ട് ഇട്ട് എഴുതുക. എന്നിട്ട് ആ എലമെൻറ്റ്സിന് എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്ത പരിപാടി. ഇനി നമുക്ക് ഉള്ളത് ഈ എലമെൻറ്റുകളെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അവിടെ തന്നിരിക്കുന്നത് Aij എന്താ തന്നിട്ടുണ്ട്, എന്താ 1/2 മോഡുലസ് ഓഫ് I - 3j. ഇതാണ് ആക്ച്വലി അവിടെ തന്നിരിക്കുന്ന സാധനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കേണ്ടത്, A11. ഓക്കെ, അപ്പോൾ A11 കണ്ടുപിടിക്കണമെങ്കിൽ A11 = ഐക്ക് പകരം 1 കൊടുക്കുക, ജെക്ക് പകരം 1 കൊടുത്താൽ 1/2 മോഡുലസ് ഓഫ് I മൈനസ് മീൻസ് 1 മൈനസ് 3 × 1 എന്ന് പറഞ്ഞാൽ 3. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് എത്ര കിട്ടുക, 1 - 3 എന്ന് പറഞ്ഞാൽ -2. മോഡുലസ് ആകുമ്പോൾ 2 ആണ്. സോ 1/2 × മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഫിസിക്കൽ നമുക്ക് എത്ര കിട്ടി, 1 എന്ന് കിട്ടി. അതേപോലെ A12 നമ്മൾ ആ തന്നിരിക്കുന്ന ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1/2 മോഡുലസ് ഓഫ് ഐക്ക് പകരം 1 കൊടുക്കുന്നു, 1 മൈനസ് 3 × 2 എന്ന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം, 1/2 × മോഡുലസിൻ്റെ ഉള്ളിൽ എന്ത് വരും നിങ്ങൾ നോക്കുക, 1 - 6. 1 - 6 എന്ന് എത്രയാണ്, -5 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് -5 ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക, 1/2. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ആ കിട്ടിയ നമ്പർ അതേപോലെ അട്ടച്ച് ആണ്. ഓക്കെ, അടുത്ത് നമുക്കുള്ളത് A21 ആണ്. A21 നേരെ ഇക്വേഷനിലേക്ക് വീണ്ടും നമ്മൾ കൊടുക്കുക. A21 1/2 മോഡുലസ് ഓഫ് ഐക്ക് പകരം 2 കൊടുക്കുന്നു ആൻഡ് 3 × എത്ര കൊടുക്കുക, 1 കൊടുക്കുന്നു. ഇനി സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സോ 1/2 മോഡുലസ് ഓഫ് നമുക്ക് എത്ര കിട്ടി, -1 കിട്ടി. മോഡുലസ് ഓഫ് -1 എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് ഈ തന്ന ആൻസർ എന്ത് കിട്ടി, 1/2 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് A22 വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. A22 = 1/2 × മോഡുലസ് ഓഫ് 2 മൈനസ് 3 × 2. ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്ക്. 2 - 6 എത്രയാണ്, 2 - 6 4 ആണ്. 4/2 എത്ര കിട്ടുക, നമുക്ക് 2 എന്ന് കിട്ടും. അതേപോലെ നമുക്കുള്ളത് A31 എലമെൻറ്റ് എടുക്കാൻ പോകുന്നു. സോ 1/2 × മോഡുലസ് ഓഫ് 3 മൈനസ് 3 × 1 എത്രയാണ്, 3 ആണ്. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടി, 0 ആയിട്ട് മാറും. അതല്ലേ 0 ആയിട്ട് മാറും. അതേപോലെ നമുക്ക് A32 ഏറ്റവും ലാസ്റ്റ് എലമെൻ്റ് ആണ് A32 എന്ന് പറയുന്നത്. A32 = 1/2 × മോഡുലസ് ഓഫ് 3 × 3 × 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 6 ആണ്. 3 മൈനസ് 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 3 - 6 ആണ്, 3 ആണ്. അപ്പോൾ നമുക്ക് മോഡുലസ് എടുക്കുന്ന സമയത്ത് നമുക്ക് 1/2 കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ള പരിപാടി എന്താണ്, ഈ തന്നിരിക്കുന്ന ഓരോ എലമെൻറ്റിനും ഈ കിട്ടുന്ന വാല്യൂസിനെ നമുക്ക് ഓരോന്നോരോന്ന് എന്ത് ചെയ്യാം, ഈ വാല്യൂസിനെ നേരെ ആ മെട്രിക്സിലേക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എലമെൻറ്റ്സ് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് വെച്ച് നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യാനുള്ളൂ. Therefore അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ആ ചോദ്യത്തിന് ആൻസർ ആയിട്ട് പറയുന്നത്. ഞാനൊന്ന് ഇപ്പോഴത്തെ രീതിയിൽ കൊണ്ടുപോകണം. Therefore A = ഓക്കെ, A = ഫസ്റ്റ് എലമെൻറ്റ് ആരാ കിട്ടുന്നത്, 1. A11 1 ആണ്. A12 എത്ര കിട്ടുന്നത്, 5/2. എലമെൻറ്റ്സ് എഴുതിയിട്ട് നിങ്ങൾ മെട്രിക്സിൻ്റെ ബ്രാക്കറ്റ് ഇട്ടാൽ മതി. A21 എത്ര കിട്ടുന്നത്, 1/2. A22 എത്ര കിട്ടുന്നത്, 2. A31 നമുക്ക് 0 കിട്ടി. മറ്റെത്ര കിട്ടി, നമുക്ക് 3/2 എന്ന് കിട്ടി. സോ അതോടുകൂടി നമുക്ക് എന്തായിട്ട് മാറി, ഈ പറയുന്നതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറും. ക്ലിയറാണല്ലോ പറഞ്ഞത്. ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത്തരത്തിൽ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വെറുതെ കണ്ടിരുന്നാൽ മാത്രം പോരാ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഇതേ സാധനം ഒരു പേപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. വെറുതെ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും മാത്തമാറ്റിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സ്വന്തമായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആദ്യം ചെയ്യുക. ഇല്ലെങ്കിൽ കണ്ടതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഭാഷ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം. ഓക്കെ.